തമിഴ്നാട്ടിലേക്ക് ലഹരി എത്തുന്നത് കേരളത്തിൽ നിന്നാണെന്ന തമിഴ്നാട് എംഎൽഎയുടെ പരാമർശം ശരിവെച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഡിജിപിമാരുടെ ഏകോപനം, അതുപോലെ ഇന്റലിജൻസ് വിവരങ്ങൾ എന്നീ നടപടികളിലൂടെ ലഹരി വ്യാപനം തടയാൻ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡൽഹിയിൽ വ്യക്തമാക്കി. കേരളം ലഹരിക്കടത്തിന്റെ കേന്ദ്രമാകുന്നെന്ന ആക്ഷേപങ്ങൾക്ക് ശക്തി പകരുന്ന വിധത്തിലുള്ള ആരോപണമാണ് തമിഴ്നാട് എംഎൽഎയും AIADMK നേതാവുമായ R രാഗേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തമിഴ്നാട്ടിലേക്ക് ലഹരി എത്തുന്നത് കേരളത്തിൽ നിന്നാണെന്ന രാഗേഷിന്റെ പരാമർശം ശരിവെച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞതിങ്ങനെ: കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം നമ്മൾ കൂടിയത്. ഓരോ IGമാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അവര് പരസ്പരം ഇന്റലിജൻസ് ഷെയറിങ്, ഇൻഫർമേഷൻ ഷെയറിങ് നടത്തുന്നു. കൃത്യമായി പ്രതികളെ കണ്ടെത്തുക, കൃത്യമായി ഈ മയക്കുമരുന്ന് വ്യാപാരികളെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ സമീപനം. രമേശ് ചെന്നിത്തല ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: കേരളത്തെ അപമാനിക്കുന്നെന്ന് പറഞ്ഞ് യാഥാർത്ഥ്യത്തിൽ നിന്നും ആഭ്യന്തരമന്ത്രി ഒളിച്ചോടാൻ ശ്രമിച്ചില്ല. മാത്രമല്ല, കേരളത്തിൽ ലഹരികടത്തു സംഘം സജീവമാണെന്ന യാഥാർത്ഥ്യവും അദ്ദേഹം തുറന്നു സമ്മതിക്കുകയാണ്. അന്തർ സംസ്ഥാന ലഹരികടത്തു സംഘങ്ങളെ പിടികൂടാൻ ശ്രമം നടത്തുകയാണെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി.